ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സാധനം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ. നമുക്കിത് ഈവനിങ് സ്നാക്സ് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ മക്കൾക്കൊക്കെ ഇത് കൊടുത്താൽ പിന്നെയും ചോദിച്ച് വാങ്ങുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെയും പാലിൻ്റെയും അളവ് കൂടുന്നതനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചാവട്ടെ റോബസ്റ്റ് പഴത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ റോബസ്റ്റ് പഴം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ബട്ടറും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ചിട്ട് നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചാവും റോബസ്റ്റ് പഴം എടുക്കേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നല്ല അടി കട്ടിയുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഇതുപോലുള്ളത് ഉണ്ടെങ്കിൽ ഇതുപോലുള്ളതാണ് നല്ലത്. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ കട്ടി കുറവായിരിക്കും, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ തീ നല്ലോണം കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നമുക്കിതിലേക്ക് പഴം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കട്ടിയിലാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇനി മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെറു തീയിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഈ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക്